നെക്സ്റ്റ് പോർഷൻ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്റ്റിൻ്റെ സബ്സിക്വൻറ്റ് ഓപ്പറേഷൻ ഓഫ് ലോ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെയായിരുന്നു? എഗ്രിമെന്റ്, പെർഫോമൻസ്, ലാപ്സ് ഓഫ് ടൈം, ഓപ്പറേഷൻ ഓഫ് ലോ, സബ്സിക്വൻറ്റ് ഇമ്പോസിബിലിറ്റി, മെറ്റീരിയൽ ആൾട്ടറേഷൻ, ബ്രീച്ച്. അതിൽ ഒന്നാമത്തെ എഗ്രിമെന്റിന് നൊവേഷൻ, ആൾട്ടറേഷൻ, റെസിഷൻ, റെമിഷൻ, വേവ് എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേഷൻ ഓഫ് ലോയിൽ ഡെത്ത്, ഇൻസോൾവൻസി, പേഴ്സണൽ കപ്പാസിറ്റി, ഡെത്ത്, ഇൻസോൾവൻസി, പിന്നെ മെറ്റീരിയൽ ആൾട്ടറേഷൻ, റെസിഷൻ, മെറ്റീരിയൽ ആൾട്ടറേഷൻ, റെമിഷൻ, ഇത്രയും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആണ്. സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റിയിൽ ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ഡെത്ത് ഓർ പേഴ്സണൽ കപ്പാസിറ്റി, ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ, നോൺ എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ, പിന്നെ ചേഞ്ച് ഓഫ് ലോ, ഔട്ട് ബ്രേക്ക് ഓഫ് വാർ. ഇങ്ങനെ 5 പോയിന്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം. ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി, ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ, നോൺ എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ, ചേഞ്ച് ഓഫ് ലോ, ഔട്ട് ബ്രേക്ക് ഓഫ് വാർ. ഇത്രയും കാര്യം നമ്മൾ അവിടെ പറയണം. അപ്പൊ ഇവിടെ നമുക്ക് ഇനി ഓരോ ഭാഗങ്ങൾ എടുത്ത് പറയണം. നമ്മൾ ഇവിടെ പറഞ്ഞ ഓപ്പറേഷൻ ഓഫ് ലോയിൽ ഡെത്തിൽ പറഞ്ഞ അതേപോലത്തെ കാര്യങ്ങൾ തന്നെ നമ്മൾ പറയാം. ഇവിടെ കോൺട്രാക്ട് വേർ ദ പേഴ്സണൽ സ്കിൽ ഓഫ് ദ പ്രോമിസർ ഈസ് ഇമ്പോർട്ടന്റ് കംസ് ടു ആൻ എൻഡ് ഓൺ ദ ഡെത്ത് ഓഫ് ദ പ്രോമിസർ. In other cases, the right and liability of the deceased party may passes on to his legal heir. Contracts where the personal skill of the promisor is important comes to an end on the death of the promisor. In other contracts, the rights and liability may passes on to his legal heir. അടുത്ത നമ്മൾ പഠിക്കേണ്ടത് ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. The subject matter for which the contract entered into is destroyed after making the contract without the default of either party. The contract may be discharged. ഞാൻ പറഞ്ഞത് the subject matter for which the contract entered into. നമ്മൾ പറയുന്നത് for example നമ്മൾ ഒരു മോട്ടോർ വെഹിക്കിൾ വാങ്ങുവാനായിട്ട് കോൺട്രാക്ട് വെച്ചു. ഒരു കാർ വാങ്ങുവാനായിട്ട്, സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുവാനായിട്ട് ഒരു പാർട്ടിയുമായിട്ട് കോൺട്രാക്ട് വെച്ചു. അപ്പോൾ ആ കാറ് നമ്മൾ എഗ്രിമെന്റ് ഒക്കെ വെച്ചു, എല്ലാം ഓക്കെ, നമ്മൾ ഇന്ന ദിവസം ബാക്കി പൈസ കൊടുത്ത് കാർ എടുക്കുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ കാർ ഫേസ്ഡ് ആൻ ആക്സിഡന്റ് ആൻഡ് ദ കാർ ഈസ് ഡിസ്ട്രോയ്ഡ്. അപ്പോൾ കാർ നശിച്ചുപോയി. ഇവിടെ കോൺട്രാക്ട് തീർന്നു. ഇനി അതിൻ്റെ പേരിൽ നഷ്ടപരിഹാരത്തിനോ മറ്റു നടപടിക്കോ ഒന്നുമില്ല. ആ കോൺട്രാക്ട് അവിടെ തീരുക ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കിയേ, ദ കോൺട്രാക്ട്, ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട് ഫോർ വിച്ച് പാർട്ടീസ് എൻറ്റേർഡ് ഇൻടു ഈസ് ഡിസ്ട്രോയ്ഡ്, നശിച്ചുപോയി. വിത്തൗട്ട് ദ ഡിഫോൾട്ട് ഓഫ് എയ്തർ പാർട്ടി ദ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ്ഡ്. രണ്ടു കൂട്ടരുടെയും വീഴ്ച കൊണ്ടിട്ടല്ലാതെ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി പോയാൽ, സബ്ജക്റ്റ് മാറ്റർ ഡിസ്ട്രോയ്ഡ് ആയി പോയാൽ ആ കോൺട്രാക്ട് അതോടെ തീർന്നു. ക്ലിയർ? അടുത്ത് നോക്കിയേ, ഇതൊക്കെ സിമ്പിളാ. നോൺ എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. നമ്മൾ വച്ചിരിക്കുന്ന കോൺട്രാക്ട് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഓർ ഒക്കറൻസ് ഓഫ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് തിങ്. ദ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ്ഡ് ഇഫ് ദ തിങ് സീസസ് ടു എക്സിസ്റ്റ് ഓർ ചേഞ്ച്. കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻടു ഫോർ ദ ഓൺ ദ ബേസിസ് ഓഫ് കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ്. ഒരു കാര്യത്തിന്റെ, ഒരു വസ്തുതയുടെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നതിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മളൊരു കോൺട്രാക്ട് വെച്ചു കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് വാലിഡ് ആകണമെങ്കിൽ ആ സംഭവം അതുപോലെ സംഭവിക്കണം. ഫോർ എക്സാമ്പിൾ, വി ഹാവ് മെയ്ഡ് എ കോൺട്രാക്ട് വിത്ത് ദ ഡെക്കറേഷൻ പാർട്ടി ടു മേക്ക് സം ഇലുമിനേഷൻ വർക്ക് ഫോർ ദ ഇനാഗുറൽ ഫങ്ഷൻസ് ഓഫ് ചീഫ് മിനിസ്റ്റർ ഓർ സച്ച് ഹൈ പേഴ്സണാലിറ്റി. നമ്മൾ അതുപോലെ ഏതെങ്കിലും ഒരു സ്വീകരണ പരിപാടി അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന പരിപാടിക്ക് CM വരികയാണ്. അതിനു വേണ്ടിയിട്ട് ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ ഭാഗത്തിൻ്റെ സ്റ്റേജ് ഡെക്കറേഷൻ ഇത്യാദി കാര്യങ്ങൾ നടത്തുവാനായിട്ട് നമ്മൾ ഒരു കോൺട്രാക്ട് വെച്ചു. ആരുമായിട്ട് കോൺട്രാക്ട് വെച്ചു? ഒരു ഡെക്കറേഷൻ പാർട്ടിയുമായിട്ട് കോൺട്രാക്ട് വെച്ചിരിക്കാൻ. ആൻഡ് ബിഫോർ ദാറ്റ് ഓർ ബിഫോർ ദ ഡേറ്റ്, അല്ലെങ്കിൽ ഈ നടപടിക്രമം തുടങ്ങുന്നതിന് മുമ്പ് ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് നമുക്ക് ഇൻറ്റിമേഷൻ കിട്ടി, ദ പ്രോഗ്രാം ഈസ് സ്റ്റാൻഡേർഡ് ജഡ്ജ്. അത് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിന് അസൗകര്യമുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കോൺട്രാക്റ്റും അതേപോലെ തന്നെ ഡിസ്ചാർജ്ഡ് ആകും.
അപ്പോൾ ആ സംഭവത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മളൊരു കോൺട്രാക്ട് വെച്ചതെങ്കിൽ അതവിടെ സംഭവിക്കുന്നില്ലെങ്കിൽ അതവിടെ കോൺട്രാക്ട് ഇല്ലാതെയാകും. A contract made on the basis of continued existence or occurrence of a particular state of thing, the contract comes to an end if the thing ceases to exist. Means stop, ceases to exist, ഇല്ലാണ്ടാവുന്നു, or changes, മാറിപ്പോകുന്നു. അപ്പോൾ ആ സംഭവം ഇല്ലാണ്ട് വരികയോ മാറിപ്പോവുകയോ ചെയ്താൽ അതോടെ ആ കോൺട്രാക്ട് ഇല്ലാതെയാകും. ദാറ്റ്സ് ഓൾ. ഓക്കെ. അതിനുശേഷം നമ്മൾ പറയുന്നത് ചേഞ്ച് ഓഫ് ലോ. A contract which was lawful at the time of making it becomes unlawful by the subsequent changes in law. A contract which was lawful at the time of making the contract. Contract ഉണ്ടാക്കുന്ന സമയത്ത് നിയമസാധുതയായ ഒരു ഉടമ്പടി, ഒരു ഇടപാട്. പക്ഷെ പെർഫോമൻസിന്റെ സമയമായപ്പോൾ അത് ഇമ്പോസിബിളായി. എന്തുകൊണ്ട് ഇമ്പോസിബിളായി? നിയമം മാറി. ഇവിടെ നിയമം മാറിയപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ പ്രവൃത്തി ചെയ്താൽ അപ്പൊ നിയമവിരുദ്ധമാകും, അപ്പൊ ഇല്ലീഗലാകും. അപ്പൊ അതുകൊണ്ട് ആ കോൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറയാം, ചാരായം എന്ന് പറയുന്ന മദ്യം അത് ഇവിടെ നിലനിന്നിരുന്ന ഒരു സാധനമായിരുന്നു. അത് മുഖ്യമന്ത്രിയായിരുന്ന എ.കെ. ആന്റണി അത് ഏപ്രിൽ മാസം 1-ാം തീയതി നിർത്തലാക്കി. അങ്ങനെ നിർത്തലാക്കി കഴിഞ്ഞപ്പോൾ ആ കോൺട്രാക്ട് പിന്നീട് വയ്ക്കാൻ നിയമസാധുത, അതിനു മുമ്പ് വരെ ആ കോൺട്രാക്ട് വയ്ക്കാമായിരുന്നു. ചാരായം വിൽക്കുന്നതിനും വാങ്ങുന്നതിനും നിയമസാധുത ഉണ്ടായിരുന്നു, നിശ്ചിത നിയമപ്രകാരം വിധേയമായിട്ട്. പക്ഷെ ആ പറയുന്ന സമയപരിധിക്ക് ശേഷം അല്ലെങ്കിൽ ആ നിയമം അസംബ്ലിയിൽ പാസ്സാക്കി നിയമമാക്കി ചാരായം നിരോധിച്ചപ്പോൾ പിന്നെ ഇവിടെ അതിനുള്ള ഒരു കോൺട്രാക്ട് പറ്റില്ല. അപ്പോൾ ആ നിയമം വരുന്നതിന് മുമ്പ് നിയമസാധുത ഉണ്ടായിരുന്നു, പക്ഷെ നിയമം മാറി വന്നപ്പോഴോ അത് നിയമവിരുദ്ധമായി. അപ്പൊ നമുക്ക് പറയേണ്ടത്, a contract which was lawful at the time of making it becomes unlawful by the subsequent changes in law. The performance becomes unlawful and the contract is discharged. A contract which was lawful at the time of making it becomes unlawful by the subsequent changes in law. The performance becomes impossible and the contract is discharged. നോക്കൂ, അടുത്ത ഔട്ട്ബ്രേക്ക് ഓഫ് വാർ. യുദ്ധകാലത്ത് കോൺട്രാക്ടിന് ഒരു വിലയില്ല, അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയ കോൺട്രാക്റ്റുകളെല്ലാം അസാധുവാകും. ഇതാണ് നമ്മൾ പറയുന്നത്. എ കോൺട്രാക്ട് വിച്ച് വാസ് ലോഫുൾ അറ്റ് ദ ടൈം ലോഫുൾ ബിക്കംസ് അൺലോഫുൾ ബൈ ദ ഔട്ട്ബ്രേക്ക് ഓഫ് വാർ. അല്ലെങ്കിൽ കോൺട്രാക്ട് നിയമസാധുത ഉണ്ടായിരുന്ന കോൺട്രാക്ട് യുദ്ധകാലത്ത് നിയമസാധുത ഇല്ലാതെയാവുകയും അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാതെ പോവുകയും യുദ്ധം കഴിയുമ്പോൾ കോൺട്രാക്ട് പുനർപരിശോധിക്കുകയും ചെയ്യാം. A contract entered into before the outbreak of war becomes unlawful or is discharged during the war. A contract entered into before the outbreak of war is discharged during the war. അങ്ങനെ പറഞ്ഞാൽ സിമ്പിൾ. A contract which was entered into before the outbreak of war remains suspended during the war. However, it may revive after the war. യുദ്ധം കഴിഞ്ഞ് വേണമെങ്കിൽ അത് ചെയ്യാം, വേണമെങ്കിൽ പുതുക്കാം. അപ്പൊ ഇത്രയാണ് അവിടുത്തെ ഭാഗം. ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കണം. മെറ്റീരിയൽ ഓൾട്ടറേഷൻ. ഇത് നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പൊ മൂന്നാമത്തെ സ്ഥലത്ത് നമ്മൾ ഇവിടെ പറഞ്ഞത് ഈ മെറ്റീരിയൽ ആൾട്ടറേഷൻ പറയേണ്ടത് എങ്ങനെയെന്ന് അറിയാവോ? Any material alteration made in a written contract without the consent of the other party can avoid the contract. Any material alteration made in a written contract by the promisee without the consent of the promiser entitles the promiser to discharge the contract. A contract entered into, clear ആയില്ലേ? ഓക്കെ. അപ്പൊ പിന്നെ പറയണ്ട മെറ്റീരിയൽ ആൾട്ടറേഷൻ. ഇനി അടുത്തത് ബ്രീച്ച് ആണ്. ബ്രീച്ച് മീൻസ് ലംഘനം. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനുണ്ട്, എന്നാലും നമ്മൾ പറയുക ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ലംഘനം. ബ്രീച്ച് മേ ബി ആക്ച്വൽ ബ്രീച്ച് ഓർ ആന്റിസിപ്പേറ്റഡ് ബ്രീച്ച്. ആക്ച്വൽ ബ്രീച്ച് മീൻസ് it is happening before the time of performance, or during the time of performance, or at the time of performance. Actual performance of contract occur either at the time when the performance is actually due or during the performance. ഉദാഹരണം നമ്മൾ പറയുന്നു 11th hour മൂക്കേ മുഹൂർത്തത്തിൽ അയാൾ ഒഴിഞ്ഞു മാറി.
നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ചെയ്യാൻ സാഹചര്യം ഇല്ലാതെ വരുന്ന ആ സമയപരിധിയിൽ അല്ലെങ്കിൽ ആ നിശ്ചിത മുഹൂർത്ത സമയത്ത് അയാൾ പറയുകയാണ് പെർഫോമൻസ് നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ആക്ച്വൽ ബ്രീച്ച്. ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഒക്കേഴ്സ് either at the time of performance or during the performance. ഇനി അടുത്തത് ആന്റിസിപ്പേറ്റഡ് ബ്രീച്ച്. ആന്റിസിപ്പേറ്റഡ് ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ പാർട്ടി മുൻകൂർ അറിയിക്കുകയാണ് ടെർമിനേറ്റ്, നമ്മൾ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാകുകയാണ്, രാജിയാകുകയാണെന്ന് നേരത്തെ അറിയിക്കുകയാണ്. And therefore the party has the opportunity or facility to do everything for making a substitute. So anticipated breach of contract or that breach occurred before the time of performance, and therefore the party has every opportunity for making a substitution. ഒരു പരിഹാരം കണ്ടെത്തുവാനുള്ള അവസരം എപ്പോഴും അയാൾക്ക് ഉണ്ടാകും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ആന്റിസിപ്പേറ്റഡ് ബ്രീച്ച് എന്ന് പറയുക. അപ്പൊ നോക്കിക്കേ, ഇത്രയും പോയിന്റായി പോർഷൻസ് ഇത്രയായി. അപ്പൊ ടെർമിനേഷൻ എന്ന ചാപ്റ്റർ ഇവിടെ തീർന്നു. And thank you for watching the class, and you have to subscribe our channel. Thank you very much.